മാസത്തെ നമ്മൾ വിഷയം നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഈ മാസത്തെ ഓൾറെഡി ഒന്ന് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഏറെക്കുറെ കണക്റ്റഡാണ്. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇത് ഏറെക്കുറെ കണക്റ്റാണ്. ഞാൻ അതിലേക്ക് വരാം. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ ഈ മാസം നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന വിഷയമാണ്. നമ്മൾ ചിന്തിക്കും ഈ വിഷയം വെച്ച് നമ്മൾ പോകുന്നത്. വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മളൊരു മാസത്തിലൊരു തീം എടുത്താൽ അവിടെ വരുന്ന ദൈവദാസന്മാരും ആ വിഷയമാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തികച്ചും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന്മേൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ നിയോഗം ഇതിനകത്തുണ്ട്. നമ്മൾ വെറുതെ ഒരു തീം എടുക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഹൃദയത്തിൽ തന്ന നിയോഗത്തിനനുസരിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കാൻ കഴിയും. ആമേൻ, സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവ സാന്നിധ്യം, ഓക്കെ, ഇനി ഒരു ചെറിയ പഠനം കൂടെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറയണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ദൈവ സാന്നിധ്യം, ദൈവം വസിക്കുന്ന സ്ഥലം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഗുഡ്. ഓക്കെ, ദൈവ സാന്നിധ്യം. മറ്റെന്തെങ്കിലും ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ മാസമൊക്കെ മെസ്സേജ് കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ വിളിച്ചിട്ട് അവരുടെ ഡൗട്ടുകൾ ചോദിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ചിലരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് നല്ലത് കാര്യമാണ്. അപ്പോൾ ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ, ദൈവ സാന്നിധ്യം, പ്രസൻസ് ഓഫ് ഗോഡ്, ദ ഗോഡ്സ് പ്രസൻസ്. എന്താ ദൈവ സാന്നിധ്യം? നമ്മളെപ്പോഴും പറയുന്നത് ദൈവ സാന്നിധ്യം പറഞ്ഞ ദൈവ സന്നിധി എന്നൊക്കെ എപ്പോഴും പറയുന്നയാ. പക്ഷേ എന്തോ ഈ ദൈവസന്നിധി സജനെ? ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം. ഓക്കെ, ഒരവസ്ഥ. ഓക്കെ, ദൈവം വസിക്കുന്ന, നമുക്ക് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവസന്നിധി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. എവിടെയാണ് ദൈവം വസിക്കുന്ന സ്ഥലം? ദൈവം വസിക്കുന്ന സ്ഥലത്തെ ദൈവസന്നിധി എന്ന് പറയും. ജോൺസൺ ബ്രദർ പറഞ്ഞ ഏറെക്കുറെ കറക്റ്റാണ്. കാരണം ദൈവം വസിക്കുന്ന സ്ഥലം. ദൈവം എവിടെയാണ് വസിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ. ഓക്കെ, നമ്മുടെ ഉള്ളിൽ. എഗ്രി ദാറ്റ്, അതൊക്കെ ഉണ്ട്, നല്ലതാണ്. ദൈവം വസിക്കുന്ന ഒത്തിരി സ്ഥലത്തെക്കുറിച്ച് തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട്. പല ഭാഗങ്ങളിൽ ദൈവം വസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട്. ദൈവം വാസം ചെയ്യുന്ന, തിരുവനന്തപുരത്തിൽ ദൈവം വാസം ചെയ്യുന്ന സ്ഥലങ്ങൾ. ഒന്നാമത് ദൈവം വാസം ചെയ്യുന്ന സ്ഥലമാണ് സ്വർഗം, അല്ലേ? ആണല്ലോ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8:30 വാക്യം. പെട്ടെന്ന് റെഫറൻസ് വായിച്ചോണം. നിങ്ങൾക്ക് കുറിച്ചെടുക്കേണ്ടവർ കുറിച്ചെടുക്കാം. ഒന്നാമത്തെ സ്ഥലം സ്വർഗം. 1 രാജാക്കന്മാർ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വാസസ്ഥലം എവിടെ? സ്വർഗം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ഭാഗം കാണുന്നുണ്ട്. ദൈവം ഇസ്രായേലിൻ്റെ നടുവിൽ വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. യെസ്, പുറപ്പാട് പുസ്തകം 28:8 വാക്യം. 28:8. ഇസ്രായേലിന്റെ നടുവിൽ വസിക്കുന്ന 28:8. ഓക്കെ, ഇസ്രായേലിന്റെ നടുവിൽ വസിക്കുന്ന ഒരു ഭാഗം പറയുന്നുണ്ടല്ലോ. ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് 25:8 എടുത്തേ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം. ഞാൻ അവരുടെ നടുവിൽ വസിക്കാൻ. അപ്പോൾ ഇസ്രായേലിന്റെ നടുവിൽ ആരുണ്ട്? ദൈവം വസിക്കുന്നുണ്ട്, അല്ലേ? കൂരിരുളിൽ ദൈവം വസിക്കുന്നുണ്ട്. കൂരിരുളിൽ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8:12 വാക്യം. കൂരിരുളിൽ ദൈവം വസിക്കും. ദൈവം വസിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ച് ജസ്റ്റ് ഇതാ. വസിക്കുന്നുവെന്ന് യഹോവ അരുളിച്ചെയ്തിരിക്കുന്നു. കൂരിരുളിൽ ഞാൻ വസിക്കുന്നു. ദൈവം കൂരിരുളിൽ വസിക്കുമല്ലേ? അപ്പോൾ ഇരുളിലും വസിക്കും,
വെളിച്ചത്തിലും വസിക്കും. അപ്പോൾ കൂരിരുളിൽ വസിക്കുന്ന ദൈവം, യെരുശലേമിൽ വസിക്കുന്ന ദൈവം. സങ്കീർത്തനം 135:21 വാക്യം. യെരുശലേമിൽ വസിക്കുന്ന ദൈവം. അതെ, യെരുശലേമിൽ അധിവസിക്കുന്ന യഹോവ. സിയോനിൽ ദൈവം വസിക്കുന്നുണ്ട്. സിയോനിൽ യോവേൽ പ്രവചനം 3:17 പറയുന്നത് സിയോനിൽ വസിക്കുന്ന ദൈവം. യോവേൽ 3:17. അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായ ദൈവം. ഓക്കെ, മതി. മനുഷ്യനിൽ ദൈവം വസിക്കുന്നു. മനുഷ്യനിൽ, അല്ലേ? സ്തോത്രം. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 1 കൊരിന്ത്യർക്ക് ലേഖനം 3:16 മനുഷ്യനിൽ ദൈവം വസിക്കുന്നു. 6:16 തോന്നുന്നു. 3:16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവജനത്തോടു കൂടെ ദൈവം വസിക്കുന്നുണ്ട്. യോഹന്നാൻ 14:17. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൽ അതവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുന്നു. അപ്പോ ഇവിടെയൊക്കെ ദൈവം വസിക്കുന്നു, അല്ലേ? അപ്പോ ദൈവജനത്തിന് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ് ദൈവ സാന്നിധ്യം. ഇവിടെ ദൈവം വസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്, ഒത്തിരി സ്ഥലങ്ങളെക്കുറിച്ച്. അപ്പം ഇനി അടുത്ത ചോദ്യം, വേർ ഈസ് ഗോഡ്സ് പ്രസൻസ്? എവിടെയാ ദൈവ സാന്നിധ്യം ഉള്ളേ? ദൈവ സാന്നിധ്യം എവിടെ ഉള്ളേ? എവിടെ ദൈവ സാന്നിധ്യം ഉള്ളേ? മനുഷ്യൻ്റെ ഓക്കെ, ദൈവത്തിൻ്റെ പ്രസൻസ് ആവശ്യമുണ്ടോ അവിടെ ദൈവം വസിക്കുന്നു. ഇനി ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചേ, ദൈവം വസിക്കുന്ന എവിടെയാ? ഒന്നും കൂടെ ചിന്തി. ദൈവ സാന്നിധ്യം നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, ഓ ഇന്ന് ഭയങ്കര ദൈവ സാന്നിധ്യമായിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം മറു സൈഡ് ചിന്തിച്ചേ, ഇല്ലാത്ത ഓക്കെ, അതുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവ സാന്നിധ്യം ഇതൊരു വലിയ വിഷയമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ കൂടെ പറയുന്നവരുണ്ട് ഇന്ന് ഭയങ്കര സാന്നിധ്യമായിരുന്നു. പക്ഷേ ഇത് എപ്പോഴും ഉണ്ടോ? ഹലോ, ചില സമയത്ത് മ്ലാനത. അതിൻ്റെ അർത്ഥം അന്നേരം ദൈവ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ദൈവ സാന്നിധ്യം. അപ്പം നമ്മൾ ചോദിക്കുന്ന എപ്പോഴും ചോദിക്കുക, ഭയങ്കര സാന്നിധ്യമായിരുന്നു, സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റി. അപ്പോൾ പാട്ടുകാരൻ പാടുന്നുണ്ട്, നിൻ സാന്നിധ്യം മതി എനിക്ക്, അല്ലേ? അപ്പോൾ ദൈവ സാന്നിധ്യമെന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ സമയത്തോ പ്രത്യേകമായ സ്ഥലത്തോ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഉള്ളതാണോ? എന്നെ ഇരിക്കുന്ന അവസ്ഥയനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഞാൻ ഇത്തിരി കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രസൻസ് ഓഫ് ഗോഡിൻ്റെ 3 ഡയമെൻഷൻസ് പറയാം, 3 മണ്ഡലങ്ങൾ പറയാം. ഈ ദൈവമക്കൾ കൂടുന്നിടത്ത് മാത്രമേ ഉള്ളൂ ദൈവ സാന്നിധ്യം? എല്ലായിടവും ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ മറ്റൊരു ഭാഗം പറയുന്നുണ്ട്, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് അവരുടെ നടുവിലുണ്ട്. നടുവിലുള്ളതാണ് ദൈവ സാന്നിധ്യം. അപ്പം അതെന്താ മറ്റൊന്നുമായിട്ട് കോൺട്രാക്ട് ചെയ്യല്ലേ? എല്ലായിടവും ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ എടുത്തു പറയണോ? ആദ്യമേ പറഞ്ഞ് എല്ലായിടവും ഉണ്ടെന്ന്. അപ്പോൾ മറ്റൊരു ഭാഗം പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? ഇല്ലാത്ത. അപ്പോൾ കോൺട്രാക്ട് ചെയ്യാമല്ലോ ആകെ. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു 3 ഡയമെൻഷൻ, ഇതിൻ്റെ 3 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടെ ക്ലിയർ ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഗോഡ്സ് ഓംനിപ്രസൻസ്. ഓക്കെ, സർവവ്യാപിയായ ദൈവം, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം മീൻസ് ഗോഡ് ഈസ് എവ്രിവെയർ. എല്ലായിടത്തും ദൈവമുണ്ട്. ഉണ്ടോ? എല്ലായിടത്തും ദൈവമുണ്ട്, അല്ലേ? സ്തോത്രം. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ദുഷ്ടനായാലും ദോഷിയായാലും
അവരുടെയൊക്കെ അടുത്ത് എന്തുണ്ടെന്നാ അത് വലിയ ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാനല്ലേ. ദൈവസാന്നിധ്യമുണ്ട് അല്ലേ? സ്തോത്രം. നിങ്ങൾ വായിച്ചു നോക്കിയേ, സദൃശവാക്യങ്ങൾ 15-3 വാക്യം വായിച്ചേ. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ആകാത്തവരെ ദൈവത്തിന്റെ സാന്നിധ്യം എന്തുകൊണ്ടെന്ന് എല്ലായിടവും ഉണ്ട് അല്ലേ? എല്ലായിടവും ദൈവ സാന്നിധ്യം ഉണ്ട്. അപ്പോൾ ആകാത്തവരെ നോക്കുന്നുണ്ട്, നല്ലവരെ നോക്കുന്നുണ്ട്. ഇനി യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വന്നേ. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. മതി, ശ്രദ്ധിക്കണം. ഈ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിനുള്ള ബന്ധത്തിൽ ഞാൻ മനസ്സിലാവും. യിരെമ്യാവ് ഇവിടെ പറയുന്ന ഒരു കാര്യം ജനത്തോട് ചോദിക്കുക. ഒന്നുകൂടെ വായിച്ചേ. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നു, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവവുമല്ലയോ, ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യിരെമ്യാവ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ യിരെമ്യാവ് എന്തുകൊണ്ട് അത് പറയാൻ ചോദിക്കാൻ കാരണം, ആ 23-ാം അധ്യായം നമ്മൾ മൊത്തത്തിൽ വായിക്കുമ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്ന ഇടയന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒക്കെ വഷളത്വം പ്രവർത്തിച്ച് ദൈവജനത്തെ, ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് ചിതറിച്ച് കളഞ്ഞ ഒരു മണ്ഡലം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അവിടെ 11-ാം വാക്യത്തിൽ 23-ന്റെ വാക്യത്തിൽ കാണുന്ന പ്രവാചകന്മാരും പുരോഹിതന്മാരും തൻ്റെ ജനത്തിന് നേരെ ദോഷം പറഞ്ഞ് ദോഷം നിരൂപിച്ച് അവരെ ചിതറിച്ച് കളഞ്ഞൊരു കാര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം, ഇത്രയൊക്കെ കാര്യങ്ങൾ പ്രവാചകന്മാർ കള്ളപ്രവചനങ്ങൾ പറയുന്നു. ഹൃദയത്തിനകത്ത് ദൈവം പറഞ്ഞിട്ടില്ലാത്തത് ഹൃദയത്തിനകത്ത് തോന്നി ഒരു പ്രവചന രീതിയിൽ പറയുന്ന പ്രവാചകന്മാരെ കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 9 മുതൽ 10 ആ അധ്യായം നിങ്ങൾ വായിക്കണം. ആ മുഴുവൻ അധ്യായങ്ങളും ജനങ്ങളെ തെറ്റിച്ചു കളയുന്ന ഒരു മണ്ഡലത്തെയാണ് കാണുന്നത്. അപ്പം ഇവിടെ യിരെമ്യാവിന്റെ ഉള്ളിൽ ഒരു ചോദ്യം, കർത്താവേ ഇതൊക്കെ നീ കാണുന്നില്ലേ? ഇതൊക്കെ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. ദൈവഗതമല്ലാത്തത് ദൈവസഭയ്ക്കകത്ത് പ്രവർത്തിക്കുമ്പോഴും, ദൈവം അന്യായമായ നിലയിൽ ഇടപെടുമ്പോഴും, അന്യായമായി സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ആ ഉള്ളിൻ്റെ ഉള്ളൊരു ചോദ്യം, കർത്താവേ നീ കാണുന്നില്ലേ? ഇതൊക്കെ കാണുന്നില്ലേ? ഇത് ലോകത്തിൽ സ്തോത്രം നടക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ഇതൊരു കോമൺ ചോദ്യമാണ്. ഇവിടെ കർത്താവ് അവനോട് മറുപടിയായി പറയാണ്, ഞാൻ എന്തല്ല, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ? ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്നാണ് ചോദിക്കുക. ഇവിടെ ദൈവം സ്തോത്രം. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ദൈവത്തിന് കാണാൻ കഴിയുന്നുണ്ട്. ഐ നോ വാട്ട് യു ആർ ഡൺ, ഐ നോ വാട്ട് യു ആർ ഡൂയിങ്, ബിക്കോസ് ഐ ആം ദ ഗോഡ് അറ്റ് ഹാൻഡ്. ഞാൻ അരികെ നിൽക്കുന്ന ഒരു ദൈവമാണ്, എനിക്കെല്ലാം അറിയാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവത്തെ മറച്ചു വെച്ചിട്ടും മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എബ്രായ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറഞ്ഞിരിക്കുന്നു, അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല, സകലതും അവന്റെ മുന്നിൽ നഗ്നവും മലർന്നുമായിരിക്കുന്നു. Wherever it may be, it doesn't matter you are in the church or doesn't matter you are at home, doesn't matter you are in the workplace, but God sees everything. ദൈവം എല്ലാം കാണുന്നൊരു ദൈവമാണ്. അവൻ്റെ മുന്നിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എന്ന് പറയുന്നു. നീ എവിടെ പോയി പാർത്താലും, സ്തോത്രം, എവിടെ പോയി പാർത്താലും ദൈവ സാന്നിധ്യം അവിടെ ഉണ്ട്. അതാണ് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ 7-ാം അധ്യായം 139 മുതൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? നീ സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും, സ്തോത്രം, നിന്റെ ആത്മാവിനെ എവിടെ? തിരുസന്നിധി വിട്ടെവിടേക്ക്? See, where shall I go from the presence of God? ദൈവത്തിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? ഞാൻ സ്വർഗത്തിൽ കയറി അവിടെയുണ്ട്. മതി, ശ്രദ്ധിക്കണേ. ഇരുട്ടും വെളിച്ചവും ദൈവത്തിന് ഒരുപോലെയാ. നീ എവിടെ പോയാലും ദൈവത്തിന്റെ കണ്ണ് നമ്മെ കാണും. അപ്പോ ഒരു കാര്യം, അതിന്റെ ഒരു വശം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആസ്പെക്ട് ഞാൻ പറയാം. വാറ്റാർത്ഥത്തിൽ നമ്മൾ എന്ത് ദൈവമക്കൾ വ്യക്തമായി മനസ്സിലാക്കണം, നമ്മൾ ഉരുവിടുന്ന ഓരോ വാക്കുകളും, നമ്മുടെ ഓരോ നിരൂപണങ്ങളും, നമ്മുടെ ഓരോ കാൽച്ചുവടുകളും നന്നായി കാണുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം.
ദൈവത്തെ മറച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് മനുഷ്യനെ മറച്ചു വെച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. നിന്റെ കുടുംബത്തിലുള്ള ഭാര്യയെ മറച്ചു വെച്ചിട്ടും, നിന്റെ കുടുംബത്തിലുള്ള ഭർത്താവിനെ മറച്ചു വെച്ചിട്ടും, അല്ല മക്കളുമാരെ നിങ്ങളോട് പറയട്ടെ, അപ്പനെ അമ്മയെ മറച്ചു വെച്ചിട്ട് ഒത്തിരി ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, ഹല്ലേലൂയ, ദൈവത്തെ മറച്ചു വെച്ചിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവൻ സർവ്വതും കാണുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, he sees everything. എല്ലാം നന്നായി കാണുന്ന ഒരു ദൈവം. ആമേൻ. അപ്പോ ദുഷ്ടം ചെയ്യുന്ന ദുഷ്ടതയും, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് ഞായറാഴ്ച ഭക്തന്മാരായി മാത്രം നിൽക്കുന്ന ഒരു അനുഭവമല്ല ദൈവത്തിന് ആവശ്യം. പിന്നെയോ സകലതും നന്നായി കാണുന്ന ഒരു ദൈവം. സ്തോത്രം. നമ്മുടെ നിരൂപണങ്ങളൊക്കെ അവൻ ദൂരത്തു നിന്ന് എന്ത് ചെയ്യുന്ന ഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന നിരൂപണം, ഹല്ലേലൂയ, ചിന്തകൾ, ആമേൻ, ഇത് ആർക്കും വായിക്കാൻ പറ്റത്തില്ല, ആർക്കും അറിയത്തില്ല, പക്ഷേ ദൈവത്തിനറിയാം. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം മാറ്റി നിർത്തി നിങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഈ ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധമില്ലായ്മയാണ് ദൈവ ഭയമില്ലാതായി പോകുന്നത്. സ്തോത്രം. ദൈവഭയം ഇല്ലാത്ത എന്താ? ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധമില്ല. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ദൈവമക്കൾ ഈ ഭയത്തോടെ വേണം ജീവിക്കാൻ. ഞാൻ എവിടെ പോയാലും എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ നിരൂപണത്തെ കാണുന്നൊരു ദൈവമുണ്ട്, എൻ്റെ വായിൽ നിന്ന് ഉരുവാകുന്ന സംസാരത്തെ കേൾക്കുന്നൊരു ദൈവമുണ്ട്. അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്കെതിരെ പറയുമ്പോൾ, ഞാൻ മറ്റുള്ളവർക്കെതിരെ നിരൂപിക്കുമ്പോൾ, ഞാൻ കാണാത്തത് കാണുമ്പോൾ എന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊന്നും ദൈവത്തിന്റെ മുന്നിൽ മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം നഗ്നവും മലർന്നുമാണ്. അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ നിൽക്കുമ്പോൾ, പോസിറ്റീവ് ആസ്പെക്റ്റിൽ വന്നാൽ ദൈവം എല്ലായിടും ഉണ്ട് എന്ന് ഒരു ദൈവബൈബിളിനെ സംബന്ധിച്ചോളം ഭയങ്കര ആശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ നീ പോകുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെയൊക്കെ ദൈവമുണ്ട്. ദൈവം സർവ്വവ്യാപി ആയിരിക്കുന്നത് കൊണ്ട് ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും അവൻ നമ്മോട് കൂടെയുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളും കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തോത്രം, നീ വെള്ളത്തിൽ കൂടി കടന്നു പോയാൽ, അല്ല നീ തീയിൽ കൂടി കടന്നു പോയാൽ, നീ കപ്പച്ചാലത്തിൽ കൂടി കടന്നു പോയാൽ, നീ കാരാഗൃഹത്തിൽ കൂടി കടന്നു പോയാൽ, ഏത് അവസ്ഥ കൂടി കടന്നു പോയാലും നിന്നെ കാണുന്ന ഒരു ദൈവം, നിന്നെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് ഒരു ദൈവവേദനയെ സംബന്ധിച്ചോളം എന്നും ആശ്വസിക്കാൻ, സന്തോഷിക്കാൻ വകയുള്ള കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് ദൈവ സർവ്വവ്യാപിത്വത്തിന്റെ, അല്ലെങ്കിൽ സർവ്വമായി എല്ലായിടവും പ്രസന്റ് ആയിരിക്കുന്ന ദൈവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണമേ, ഇവിടെ നമ്മൾ തീച്ചൂളയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു, എബ്രായ ബാലന്മാർ തീച്ചൂളയിൽ എറിയപ്പെട്ടപ്പോൾ അവിടെയും ദൈവ സാന്നിധ്യമുണ്ട്. കാരാഗൃഹത്തിനകത്ത് പിടിക്കടക്കപ്പെട്ടപ്പോൾ അവിടെയുമുണ്ട് ദൈവ സാന്നിധ്യം. അല്ല, സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് കപ്പലിൽ യാത്ര ചെയ്തിട്ട് ഒറ്റയ്ക്കായിരുന്നപ്പോഴും കപ്പൽ തകർന്നു പോയപ്പോഴും അവിടെയുണ്ട് ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. തീർന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവ സാന്നിധ്യം ഇവിടെ ഓടിപ്പോയ യോന തിമിംഗലത്തിന്റെ വൈദ്യക്കെപ്പോഴും അവിടെയുണ്ട് ദൈവ സാന്നിധ്യം. ആമേൻ. അപ്പോൾ എവിടെ ഉണ്ട് ദൈവ സാന്നിധ്യം? ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, സ്തോത്രം, അപ്പോ ഈ ദൈവ സാന്നിധ്യം എല്ലായിടവും ഉണ്ട്. ദൈവസാന്നിധ്യം ഇല്ലാത്ത സ്ഥലമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. ആമേൻ. അപ്പോൾ ദൈവസാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഓരോരുത്തരിൽ വ്യത്യസ്തമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ വ്യത്യസ്തമായ പ്രതികരണം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ മുന്നിൽ സകലതും നഗ്നവും മലർന്നുമായിരിക്കുന്നു. ദൈവത്തെ മറച്ചു വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ വ്യത്യസ്തമായ നിലപാടുകളിലാണ് നമുക്കത് പ്രകടമാക്കുന്നത്. എല്ലാവരിലും ഒരുപോലെയല്ല ഈ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവ സാന്നിധ്യം വരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ പ്രാരംഭത്തിൽ ഒന്നാമത്തെ കാര്യം, ദൈവം എവിടെ ഉണ്ട്? എല്ലായിടവും ഉണ്ട്. ദൈവത്തെ മറച്ചു വെച്ച് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാണ് ഒംനിപ്രസൻസ്, എല്ലായിടവും സർവ്വവ്യാപിയായ ദൈവം. രണ്ടാമത്തെ കാര്യമാണ്, സ്തോത്രം, രണ്ടാമത്തെ കാര്യം
മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് പ്രസൻസ്. മാനിഫെസ്റ്റേഷൻ ആ റെഫറൻസ് എടുത്ത് വായിച്ചേ. ആ വാക്യം വായിച്ചേ, ആ ഭാഗം വായിച്ചേ. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവനെ ചുറ്റിമിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. മതി, സ്തോത്രം. അപ്പോ ഇത് ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു വെളിപ്പെടലാണ്. ഓക്കെ, ഇത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒന്നാമത്തെ കാര്യം. നമ്മൾ ചിന്തിച്ചു ദൈവം എവിടെ ഉണ്ട്? എല്ലായിടും ഉണ്ട്. എവിടെ ഏത് അവസ്ഥയിലും ദൈവം നമ്മെ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അതും കൂടെ ഞാൻ ചേർത്ത് പറയാം. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ജനം 430 വർഷം മിസ്രൈമെ അടിമയായി കിടന്ന അവസരത്തിൽ അവിടെ ജാതീയമായ ഒരു രാജ്യത്താണ് അവർ താമസിക്കുന്നത്. ആ രാജ്യത്ത് അവർ താമസിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്തുണ്ടായ ഞെരുക്കം, വേദന, നിലവിളി ദൈവം എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം കണ്ടു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വായിച്ചാൽ അവിടെ ഒന്ന് വായിച്ചേ. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ദൈവം അവിടെയും പ്രസന്റ് ആണ്. സോ ദൈവത്തിന്റെ സർവ്വവ്യാപിത്വം അവിടെയുമുണ്ട്. എവിടെ പോയാലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ദൈവം ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോയി. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എൻ്റെ സാന്നിധ്യം 1:9 നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട്. അപ്പൊ അവിടെ ദൈവ സർവ്വവ്യാപിത്വമാണ്. wherever you go, the presence of God is there. സ്തോത്രം. യെശയ്യാപ്രവചനം 1:8 വാക്യത്തിൽ ദൈവം യെശയ്യാവിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യിരെമ്യാപ്രവചനം 1:8 വാക്യത്തിൽ പറയുന്നുണ്ട്. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. യെശയ്യാപ്രവചനം 43:2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. 43:2. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ സർവ്വവ്യാപിത്വമാണ്. wherever you go, the presence of God is there. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ വായിച്ച സദൃശവാക്യത്തെ പറഞ്ഞത്, ദുഷ്ടന്മാരുടെ അരികിലുമുണ്ട്, നീതിമാന്റെ അരികിലുമുണ്ട്. എവരിവെയർ, എല്ലാം ദൈവസന്നിധിയുമുണ്ട്. ഓക്കെ, അത് ദൈവത്തിന്റെ സർവ്വവ്യാപിത്വം. ഇനി രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് പ്രസൻസ്, ദൈവത്തിന്റെ വെളിപ്പെടുക്കൽ. ഓക്കെ, എന്താ ഈ മാനിഫെസ്റ്റേഷൻ? ദൈവത്തിൻ്റെ അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകമായ സമയത്ത്, പ്രത്യേകമായ സാഹചര്യങ്ങളിൽ, പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദൈവസാന്നിധ്യം. ദിസ് നോട്ട് ടു എവരി വൺ, ഇതെല്ലാവർക്കും ഉള്ളതല്ല. ഇസ് ഫോർ എ പർട്ടിക്കുലർ പീപ്പിൾ, ഫോർ എ പർട്ടിക്കുലർ ഒക്കേഷൻ, ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. ഇതിനെയാ ദൈവത്തിൻ്റെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായ ദ പ്രസൻസ് ഓഫ് ഗാഡ്. അപ്പോൾ ദ പ്രസൻസ് ഓഫ് ഗാഡ്, സ്തോത്രം, ഓൾവേസ്, ഇത് എപ്പോഴും എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഇതിനകത്ത് നിങ്ങൾ ഇത്രയും പേരിരിപ്പുണ്ട്. ഇത്രയും പേരിരിക്കുമ്പോൾ ചിലർ പറയും, ഇന്നെനിക്ക് ഭയങ്കര സാന്നിധ്യം ഉള്ളിൽപ്പെട്ടു. ചിലർക്കോ? അപ്പോൾ ഇതെല്ലാം ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആ മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തത് വ്യത്യസ്ത നിലയിലാണ്, അല്ലേ? ഇതിനകത്ത് നിങ്ങൾ ഇത്രയും പേരിരിക്കുന്നത് ആരാധന കഴിഞ്ഞിട്ട് പോകുമ്പം ചിലർ പറയും, ഐ കുഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ചിലർക്ക് ഇതൊന്നും തോന്നാറില്ല. അവർ വന്നതുപോലെ മടങ്ങിപ്പോകും, അല്ലേ? സ്തോത്രം, ആമേൻ. വന്നതുപോലെ മടങ്ങിപ്പോകും. അപ്പോൾ ഈ വാക്കിംഗ് ഇൻ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗാഡ് ഈസ് ഡിഫറെൻറ്റ് ബിറ്റ്വീൻ യുവർ നോർമൽ ലൈഫ് ആൻഡ് the life which is filled with the Holy Spirit. ദൈവത്തിൻ്റെ ആത്മാ സാന്നിധ്യമുള്ള ലൈഫും നോർമൽ ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വത്തിൻ്റെ, ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും വ്യക്തമായ വെളിപ്പെട്ട് വരുന്ന ദൈവ സാന്നിധ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും രണ്ടാ. ഓക്കെ, ദൈവസാന്നിധ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? അനുഭവിക്കാൻ പറ്റുമോ?
ദൈവസാന്നിധ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ നമുക്ക് വ്യക്തമായി അനുഭവിക്കാൻ കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഓക്കെ, സ്തോത്രം. അപ്പോൾ അതിൻ്റെ കാര്യം, എനിക്ക് അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സജൻ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം ഇപ്പുറത്തിരിക്കുന്ന ജോജോയ്ക്ക് അനുഭവിക്കണമെന്നില്ല. ഉണ്ടോ? ഇല്ല. ഇത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ സ്തോത്രം, തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി ക്യാൻ സെൻസ് ആൻഡ് നോ ദ പ്രസൻസ് ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, ഞാൻ ചില സന്ദർഭങ്ങളിൽ ഈ ആരാധന ആലയത്തിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില ആരാധനയുടെ മധ്യത്തിൽ, എല്ലാ ആഴ്ചയിലും ഇല്ലെന്നല്ല, ചില ആഴ്ചകളിൽ ഒരു സ്പെഷ്യൽ പ്രസൻസ് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ ഓംനി പ്രസൻസ് ആണ്, ഇറ്റ്സ് എവരിവെയർ. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദ മാനിഫെസ്റ്റേഷനാണ്. ഓക്കെ, അത് എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കുന്ന കാര്യമല്ല. യു ക്യാൻ സെൻസ്. ഇത് നമുക്ക് മനുഷ്യന് സെൻസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ ദൈവത്തിൻ്റെ ഈ സാന്നിധ്യം എന്ന് പറയുന്നത്. ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഇത് ഓരോരുത്തരിലും അനുഭവിക്കുന്നത് വളരെ വ്യത്യസ്തമാണ്. ചിലരിൽ ഈ ദൈവ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ they started to cry. Sometimes they shout and praise the God. ചില സമയത്ത് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. കാരണം അവരിലൊരു ദൈവ സാന്നിധ്യമുണ്ട്. ചിലർ കണ്ണുനീരോടെ കരയും, ശാന്തമായി നിന്ന് കരയുക. പക്ഷേ നമുക്ക് മനസ്സിലാകത്തില്ല എന്താ? ബിക്കോസ് they are experiencing the presence of God. ഹല്ലേലൂയ. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇതാണ് മാനിഫെസ്റ്റേഷൻ. ഇതൊരു വെളിപ്പാടാണ്. അല്ലേ? സ്തോത്രം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കരയുന്നതും ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതും ഇങ്ങനെ നമ്മുടെ ശരീരങ്ങളിൽ ഈ എക്സ്പീരിയൻസ് സെൻസ് ചെയ്യുന്നത് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം, അതിന് കാര്യം മറ്റൊന്നുമല്ല. ബിക്കോസ് അവർ ഫിസിക്കൽ ബോഡി ബിഗാൻ ടു റിയാക്ട് ടു ഹിസ് പ്രസൻസ്. And not only that, hallelujah, മാത്രമല്ല, because his presence is more powerful than a high voltage. സകല ശക്തിയെക്കാളും വലിയ അത്യന്തമായ ഒരു ശക്തിയാണ് ഈ ദൈവത്തിന്റെ ശക്തി, ഈ സാന്നിധ്യം. ഇത് അങ്ങോട്ട് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയാൽ sometimes we cannot control. നമ്മൾ സ്തുതിക്കാൻ തുടങ്ങും, നമ്മൾ ആരാധിക്കാൻ തുടങ്ങും, നമ്മൾ ഷൗട്ട് ചെയ്യാൻ തുടങ്ങും, നമ്മൾ കരയാൻ തുടങ്ങും, മുട്ടുമടക്കാൻ തുടങ്ങും, നെടുമ്പാട് വീഴാൻ തുടങ്ങും. സ്തോത്രം. ശ്രദ്ധിച്ചില്ലേ? ചില കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു, ചിലരുടെ മേൽ കൈവച്ച് കഴിയുമ്പോൾ they start to fall down. Why? Don't think that is evil spirit. ചിലർക്ക് അങ്ങനെ ഇങ്ങനെ ഒന്ന് വീണ് കഴിഞ്ഞാൽ ഉടനെ പറയും, ഓ അത് പിശാച. അല്ല, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അവരിൽ താങ്ങാൻ കഴിയാത്ത ഒരു അത്യന്ത ശക്തി അവരുടെ മേൽ വരും. വിച്ച് they can't. അതുകൊണ്ടാണ് നമ്മുടെ കാലുകളൊക്കെ ഇളവാൻ തുടങ്ങും, നമ്മുടെ കൈയിന് ശരീരത്തിന് ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നും, നമുക്ക് നിൽക്കാൻ കഴിയാത്തൊരു അനുഭവം ഉണ്ടാകും. We start to fall down. It can happen. അത് പക്ഷെ അതൊരു ഉപദേശമാക്കരുത്. അവിടെയാ പ്രശ്നം. യെസ്, അത് ഉപദേശമാക്കരുത്. പക്ഷേ there is experience. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തൊടുന്നതെല്ലാം ഇങ്ങനെ വീഴുന്നത് ഒരു ഉപദേശമാക്കി, ഒരു വ്യത്യസ്തമായ ഒരു തലമാക്കി മാറ്റാൻ ശ്രമിക്കരുത്. പക്ഷേ there is some occasion. എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ അത്യന്ത ശക്തി വന്നപ്പോൾ ഞാൻ പോലും അറിയാതെ ഇരിക്കുന്നിടം ഇളകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. That's the manifestation of God's presence. അപ്പോൾ തിരുവചനം പഠിക്കുമ്പോൾ അതാണ് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ തിരുവചനത്തിൽ ഉടനീളം ദൈവ സാന്നിധ്യത്തിന്റെ ഇടപെടൽ ഇറങ്ങി വന്ന് അനുഭവിക്കാൻ കഴിഞ്ഞ ഒത്തിരി വ്യക്തികളെ പല ഭാഗങ്ങളിലായി കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ചിലതൊക്കെ പറയാം. ഇത് വിശ്വാസികളിലും അവിശ്വാസികളെ അനുഭവിക്കാൻ പറ്റുമോ? ആദ്യത്തെ ദൈവസാന്നിധ്യം ഞാൻ പറഞ്ഞു. ഈ ദ മാനിഫെസ്റ്റേഷൻ വിശ്വാസികളിലും അവിശ്വാസികളിലും ഉണ്ടാവുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ക്രിസ്തുവിൽ അറിഞ്ഞുവിടല്ലാത്ത ഒരു വ്യക്തിയുടെ മേൽ ഒരു ദൈവത്തിൻ്റെ അത്യന്തമായ ഒരു സാന്നിധ്യം വെളിപ്പെട്ട് വരുമോ? കറക്റ്റ്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 9:3-7 വരെ അവിടെ പൗലോസ് യേശുവിനെ അറിഞ്ഞിട്ടില്ല. ഐ മീൻ ഹി വാസ് എ പെർസിക്യൂട്ടർ. അവിടെ ഉപദ്രവിക്കുന്നവനാ. പക്ഷേ ഓൺ ദ വേ ഓഫ് ഡമസ്കസ്, ആ ഡമസ്കോസിലുള്ള പടിവാതിൽക്ക് വെച്ച് എന്താ സംഭവിച്ചേ? ആകാശത്ത് നിന്നൊരു വെളിച്ചം പെട്ടെന്നൊരു വെളിച്ചം അവന്റെ മേൽ ഇറങ്ങി വന്നു. ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്.
ഇറ്റ് വാസ് എ മാനിഫെസ്റ്റേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ഒരു ഒരു സാന്നിധ്യത്തിന്റെ വെളിപ്പെടലാണ്. അവന്റെ മേൽ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആ ശക്തി വന്നാൽ സംടൈംസ് വി കനോട്ട് ടോളറേറ്റ് ഇറ്റ്. നമുക്ക് കാരണം ഒരു ഹൈ വോൾട്ടേജ് പവർ ആണെങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. അവൻ എന്താ ചെയ്തേ? അവിടെ നിന്ന് എന്ത് ചെയ്തു? അവൻ നിലത്ത് വീണു. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പോയടെ മൊത്തം പോയി കൈവച്ച് താഴെ ഇട്ടില്ല. ഹലോ, ഇട്ടോ? ഇല്ല. സ്തോത്രം. ഇവിടെ അവന്റെ മേലൊരു ശക്തി വന്നപ്പോൾ, അപ്പം ഇത് എന്തിനു വേണ്ടിയാ വന്നേ? എന്തിനു വേണ്ടി അവിടെ വെളിപ്പെട്ട് വന്നേ? പൗലോസിനെ മാനസാന്തരപ്പെടുത്താൻ. അപ്പോ അവിശ്വാസികളുടെ മേലെ ഈ ശക്തി വെളിപ്പെടുന്നത് അവർ ക്രിസ്തുവിലേക്ക് ഒരു നിയോഗിക്കാൻ വേണ്ടിയാ, അവരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ വേണ്ടിയാ. പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു ദൈവത്തിന്റെ വെളിപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഒന്ന്, ഒരുവനെ മാനസാന്തരത്തിൽ നയിക്കാൻ ഈ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ സ്തോത്രം, ഇതിനൊരു സ്ഥലമോ സാഹചര്യങ്ങളോ ഒന്നും വിഷയമല്ല. വേറെ എവിടെയായിരുന്നാലും ഈ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ആമേൻ. സ്തോത്രം. അപ്പോൾ എന്തിനു വേണ്ടിയാ? ഒന്നാമത്തെ കാര്യം, അവിശ്വാസികളുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ അവനെ മാനസാന്തരത്തിലേക്ക് നടത്താൻ, പാപത്തെ കുറിച്ച് ബോധ്യം വരുത്താൻ. അതുകൊണ്ട് ആ പിന്മാറ്റത്തിൽ പോയവരുടെ ഒക്കെ ദൈവം ചില സമയത്തിൽ ഇടപെട്ട് വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവരുന്നേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തികളെ ദൈവം തള്ളിക്കളയാതെ അവനെ സ്നേഹിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അനർത്ഥം വിട്ടെന്ന് വരും, ചിലപ്പോൾ രോഗം ഇട്ടെന്ന് വരും, ചിലപ്പോൾ അപകടം ഇട്ടെന്ന് വരും. പക്ഷെ ആ സമയത്ത് he will realize the presence of God. ആ ദൈവത്തിന്റെ ഇടപെടലാണെന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങി വരുവാനിടയായി തീരും. It is the manifestation of God's presence. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഇത് ദൈവത്തിന്റെ ഒരു വെളിപ്പെടലാ. വീണ്ടും നമ്മൾ ഇനി ചിന്തിച്ചാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യത്യസ്തമായ നിലയിൽ പല ഉദ്ദേശത്തിനു വേണ്ടി വെളിപ്പെടും. മോശയ്ക്ക് ദൈവം വെളിപ്പെട്ടു. മോശയ്ക്ക് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വന്നാൽ, പുറപ്പാട് പുസ്തകം 3:1 മുതൽ താഴോട്ട് വായിച്ചു നോക്കി. മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായി ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മതി. അഗ്നിജ്വാലയുടെ മധ്യത്തിൽ. അപ്പൊ നേരത്തെ മോശ അവിടെ പോയിട്ടില്ലേ? ഉണ്ട്. പക്ഷെ അന്ന്, അപ്പൊ ശ്രദ്ധിക്കണം, ഞാൻ ഈ മാനിഫെസ്റ്റേഷന്റെ കാര്യം പറയുന്നത്, വെളിപ്പെട് ദൈവസ്ഥാനത്തിന്റെ ആ വെളിപ്പെടലാണ് പറയുന്നത്. അന്ന് അവൻ ചെന്നപ്പം അസാധാരണമായ ഒരു കാര്യം, അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സാന്നിധ്യം. എന്തിനു വേണ്ടിയാണ് ദൈവം? ഒരു പുതിയ ദൗത്യത്തിന് വേണ്ടി അവനെ നിയോഗിക്കാൻ, പുതിയ ഒരു നിയോഗം അവൻ്റെ മേൽ പകരപ്പെടാൻ. സ്തോത്രം. അതുകൊണ്ട് ദൈവ മക്കൾ കൂടി വരുമ്പോൾ പല സന്ദർഭങ്ങളിൽ പ്രത്യേകമായ ഒരു മാനിഫെസ്റ്റേഷൻ വെളിപ്പെട്ടിട്ട് ചില ദൗത്യത്തിന് വേണ്ടി നമ്മൾ വേർതിരിക്കും. ചില മിഷൻ ചില നമ്മുടെ ഉള്ളിൽ തരും, ചില ബേർഡൻ നമ്മുടെ ഉള്ളിൽ തരും, ചില നിയോഗം നമ്മുടെ ഉള്ളിൽ തരും. അത് ദൈവത്തിൻ്റെ ഇടപെടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവം വെളിപ്പെട്ട അനുഭവം പല സന്ദർഭങ്ങളിലും തിരുവനന്തപുരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോശയുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട ഒരു കാര്യമാണ് കാണാൻ കഴിയുന്നത്. അതിനുശേഷം തിരുവനന്തപുരം പഠിക്കുമ്പോൾ മോശയ്ക്ക് പല സന്ദർഭങ്ങളിൽ സമയാസമയങ്ങളിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം സ്തോത്രം 19-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ സീനായി മലയിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടതായി ഇറങ്ങിയിട്ടുണ്ട്. യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാൻ മേഘതമസ്സിൽ ഇറങ്ങി വരികയാ, നിന്റെ അടുക്കൽ വരികയാ. സ്തോത്രം. ഇനി 34:30 വായിച്ചേ. പുറപ്പാട് പുസ്തകം. അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. ദൈവസാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ വ്യത്യാസം കണ്ടോ? The presence, the glory of God, ദൈവത്തിന്റെ ആ പ്രസൻസ് ഇറങ്ങി വന്നപ്പോൾ അല്ലേ പഴയ നിയമത്തിലെ മോശയുടെ കാര്യം പറഞ്ഞത്, മറ്റുള്ളവർക്ക് പോലും നോക്കുവാൻ ബുദ്ധിമുട്ടായ നിലയിൽ അവൻ പ്രകാശിക്കാൻ തുടങ്ങി. ഇത് അനദർ അനോയിന്റിങ്. സ്തോത്രം. അങ്ങനെ തിരുവചനത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വന്നാൽ പല സന്ദർഭങ്ങളിലും ദൈവം വന്നിട്ടുണ്ട്. ദൈവം പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്.
ന്യായാധിപന്മാരുടെ പുസ്തകം 6:34 വാക്യത്തിൽ വായിക്കുമ്പോൾ ഗിദെയോന്റെ മേൽ പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ദൈവസാന്നിധ്യം വെളിപ്പെട്ടു വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. മതി സ്തോത്രം. മാത്രമല്ല ശിംശോനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ദൗത്യത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്ന ആ ദൈവ സാന്നിധ്യം തീർന്നില്ല. പുതിയ നിയമത്തിലേക്ക് വന്നേ. പുതിയ നിയമത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിന്റെ അരിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവ മാനിഫെസ്റ്റേഷൻ കാണാം ലൂക്കോസ് 9-ാം അധ്യായത്തിൽ. സ്തോത്രം. അപ്പോൾ യേശു ദൈവ സന്നിധിയിലാണ് ജീവിച്ചത്. ദൈവ സാന്നിധ്യ ബോധത്തോടെയാണ് യേശു നടന്നത്. എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ദൈവം നടന്നത്. എന്നാൽ അന്നൊരിക്കൽ 9-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ ലൂക്കോസ് 9:29 അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. കേട്ടോ, വായിച്ചോ. ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. മതി ശ്രദ്ധിച്ചേ. ഇവിടെ കണ്ടോ, ഇത്രയും നാൾ ഇല്ലാത്ത, യേശുവിനില്ലാത്തൊരു മാനിഫെസ്റ്റേഷൻ. ഇത്രയും നാൾ യേശു അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ അനോയിന്റിങ്. അവിടെയാണ് ദ മാനിഫെസ്റ്റേഷൻ, ആ ദൈവത്തിന്റെ വെളിപ്പെടല, ഹല്ലേലൂയ, പ്രസൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇനി അപ്പോസ്തലന്മാരെ കാരാഗൃഹത്തിനകത്ത് പോയി. ദൈവത്തിന്റെ നോർമൽ പ്രസൻസ് അവിടെ ഉണ്ട് അല്ലേ? കാരാഗൃഹത്തിനകത്ത് അതാണല്ലോ നമ്മൾ നേരത്തെ ചിന്തിച്ചത്. ഓംനി പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. പക്ഷേ അവർ കാരാഗൃഹത്തിനകത്തിരുന്നിട്ട് അവർ കൈയടിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ പാടുവാൻ തുടങ്ങിയപ്പോൾ അസാധാരണമായ ഒരു പ്രസൻസ് അവരെ മൂടാൻ തുടങ്ങി. ഒരു അസാന്നിധ്യമായ ഒരു സാന്നിധ്യം കയറി വന്നു. ഈ സാന്നിധ്യത്തിനകത്ത് അവർ അന്യഭാഷയിൽ പറയാൻ തുടങ്ങി. അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചത്? ആ സാന്നിധ്യത്തിന്റെ മധ്യത്തിൽ അവരുടെ കയ്യിലെ ബന്ധനങ്ങൾ അഴിഞ്ഞ് താഴെ വീണു. ആ സാന്നിധ്യത്തിന്റെ മധ്യത്തിൽ അടിസ്ഥാനം ഇളകാൻ തുടങ്ങി. ആമേൻ. ദൈവത്തിന്റെ പ്രസൻസ് പ്രത്യേകമായ നിലയിലേക്ക് ഇറങ്ങി വരികയാണ്. ആമേൻ. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് സംഭവിക്കും. അതുകൊണ്ടാണ് സ്തോത്രം, ദൈവത്തിന്റെ ആ മാനിഫെസ്റ്റേഷൻ, ദൈവത്തിന്റെ പ്രത്യേകമായ സാന്നിധ്യം വെളിപ്പെട്ട് വരുമ്പോൾ അത്ഭുതം നടക്കുന്നത്. സ്തോത്രം. ചിലർ ആരാധിച്ചുകൊണ്ടിരിക്കും, കർത്താവിനെ സ്തുതിക്കും. പെട്ടെന്ന് പ്രത്യേകമായ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിട്ട് അവരുടെ ശരീരത്തെ തൊടും. അവരുടെ രോഗത്തിന്റെ കെട്ട് അഴിഞ്ഞു പോകുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ പല എത്ര അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ തൊട്ടു, എനിക്ക് സൗഖ്യം ലഭിച്ചു, വിടുതൽ ലഭിച്ചു. സ്തോത്രം. തലമുറയില്ലാതിരുന്ന വ്യക്തികൾ ദൈവസേനയിൽ ഒരുമിച്ച് നിന്ന് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്നൊരു അനോയിന്റിങ് വന്നു. ആ അനോയിന്റിങ്ങിൽ ദൈവം അവരുടെ ഗർഭപാത്രത്തെ തുറന്ന ചരിത്രങ്ങളുണ്ട്. സ്തോത്രം. അപ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻ, ദൈവം നിയോഗിക്കുവാൻ പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കാൻ ദൈവം വെളിപ്പെട്ട് വരും. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എൻ്റെ 17-ാമത്തെ വയസ്സിൽ 1987 മെയ് മാസം 17-ാം തീയതി ഞാൻ കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് 3 ദിവസം എനിക്ക് ലൈഫ് തന്ന ഡോക്ടേഴ്സ് എന്നെ വിധി എഴുതി ഇങ്ങനെ കിടക്കുമ്പോൾ 2-ാമത്തെ ദിവസം എനിക്ക് ചെറിയ ബോധം വന്നപ്പോൾ, സ്തോത്രം, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കാരണം ഞാൻ വിശ്വാസത്തിലാണ് ജീവിച്ചതെങ്കിലും, കുടുംബത്തിലാണ് പിറന്നതെങ്കിലും, കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെതായ ജീവിതശൈലി മുന്നോട്ട് പോയതുകൊണ്ട് പാപത്തെ യഥാർത്ഥമായി കൺഫസ് ചെയ്യാൻ, ഏറ്റുപറയാനോ കഴിയാതിരുന്ന സാഹചര്യം. ചെറിയ ലഭിച്ച ബോധത്തിൻ്റെ ഉള്ളിൽ ഞാൻ കർത്താവിനോട് തീരുമാനമെടുത്തു. കർത്താവേ, എനിക്ക് ആയുസ് ഒന്നുകൂടെ തരുന്നെങ്കിൽ, 17-ാമത്തെ വയസ്സിലാണ് ഞാൻ പറയുന്നത്, 17-ാമത്തെ വയസ്സ്, കർത്താവെ ആയുസ് ഒന്നുകൂടെ തരുന്നെങ്കിൽ, അല്ല എൻ്റെ ജീവനെ എടുക്കാനാണ് അങ്ങേക്ക് ഇഷ്ടമെന്നെങ്കിൽ എൻ്റെ പാപത്തെ ക്ഷമിച്ച് നിത്യതയിൽ എന്നെ ചേർത്തുകൊള്ളണം. അതല്ല, സ്തോത്രം, എനിക്ക് ആയുസ് തരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തെ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നുവെന്ന് ഒരു തീരുമാനം. അന്ന് ആ പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ അൺകോൺഷ്യസിൽ പോയി. ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആ റൂമിനകത്ത് മിന്നി വിളങ്ങുന്നൊരു തേജസ്, വലിയൊരു വെളിച്ചം അതിനകത്തോട്ട് വീട്ടിട്ട് ഒരു ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് എൻ്റെ തല മുതൽ എൻ്റെ കാൽ വരെ തൊടുത്തത് എനിക്ക് ദർശിക്കാൻ പറ്റൂ. സോ ഇറ്റ് വാസ് എ സ്പെഷ്യൽ പ്രസൻസ് ഓഫ് ഗാഡ്. ഒരു ദൈവത്തിൻ്റെ അസാധാരണമായ ഒരു വെളിപ്പെടൽ, ഒരു സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു. ആ ഞെട്ടി ഉണർന്നിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. സ്തോത്രം, എന്നെ കർത്താവ് തൊട്ടു. എൻ്റെ പപ്പയോട് പറഞ്ഞു എനിക്ക് ബൈബിൾ വായിക്കണം. പെട്ടെന്ന് ബൈബിൾ വീട്ടിൽ നിന്ന് ബൈബിൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ബൈബിൾ വായിക്കാൻ തുടങ്ങി. സ്തോത്രം, ഞാൻ പറയട്ടെ, അത്ഭുതം പറയട്ടെ, 3 ദിവസം അല്ലെ വിധി എഴുതി ഡോക്ടർമാർ വെച്ച സ്ഥാനത്ത് നിന്ന് 16-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. അവിടെ മുതലേ എൻ്റെ മിഷൻ, എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കുള്ള ജേണി ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അന്ന് പ്രത്യേകമായ നിലയിൽ ഒരു സ്പെഷ്യൽ പ്രസൻസ് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് എന്തിനുമെന്ന് വെച്ചാൽ ഒരു പുതിയ നിയോഗത്തിന് വേണ്ടി, ഒരു പുതിയ ദൗത്യത്തിന് വേണ്ടി, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ വേണ്ടിയായിരുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതുപോലെ വിവിധ തലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രസൻസുകൾ അനുഭവിക്കാൻ കഴിയും. ആമേൻ.
ഹല്ലേലൂയ. കഴിഞ്ഞ വ്യാഴാഴ്ച ബ്രദർ അജൽ പ്രസംഗിച്ചതിൻ്റെ ഇടയിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ സംഭവം ഓർക്കുന്നുണ്ടോ? സ്തോത്രം. കുഞ്ഞിൻ്റെ പുറത്ത് തിളച്ച വെള്ളം വീണിട്ട് അങ്ങനെ എന്തുകൊണ്ടെന്ന് കർത്താവേ എന്ന് ചോദിച്ച് നിലവിളിച്ചപ്പോൾ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് അവളോട് സംസാരിക്കുന്ന ഒരു ഭാഗം അദ്ദേഹം പറയാനിടയായി. ബിക്കോസ് അതാണ് ദ സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് പ്രസൻസ്. ആർ യു ക്ലിയർ ദാറ്റ്? ആ വിഷയം മനസ്സിലായോ? അപ്പം ഒംനി പ്രസൻസ് ഉണ്ട്, മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ദെൻ വൺ മോർ തിങ് പറയാൻ, എനിക്ക് അത്രയും കൂടെ പറയാനുള്ള നേരം കൂടി അറിയില്ല. ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് ഓഫ് ഗാഡ്. ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് ദിസ് ഈസ് ഓൺലി ഗിവൺ ടു ദ ബോൺ അഗെയിൻ പീപ്പിൾ. ഈ സാന്നിധ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇല്ല. ഓക്കെ. ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് എന്ന് പറയുന്നത് പ്രത്യേകമായ ദൈവമക്കളുടെ മക്കൾക്ക് മാത്രമുള്ളൊരു കാര്യമാണ്. ദൈവത്തിന് അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഇത് എല്ലായ്പ്പോഴും അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് മനുഷ്യനോട് കൂടെ വസിക്കണം, മനുഷ്യൻ്റെ കൂടെ. അതിനാ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവം വെയിലാറുമ്പോൾ വന്ന് മനുഷ്യനോട് കൂടെ നടക്കും, മനുഷ്യനോട് കൂടെ വാസം ചെയ്യും. സ്തോത്രം. അപ്പോൾ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യനോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവം ഒരിക്കൽ മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ ഇത്രയും നാൾ സ്വർഗത്തിൽ നിന്നെ നടത്തി, ഇനി എനിക്കൊരാഗ്രഹം, എനിക്ക് നിങ്ങളുടെ മധ്യ വസിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണം? എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. കണ്ടോ? അപ്പൊ ഇത്രയും നാൾ സ്വർഗത്തിൽ നിന്ന ദൈവം ഇപ്പൊ മോശയോട് പറയാം, മോശയെ, എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയാ? ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് വസിക്കേണ്ടതിന്. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് ഇൻഡ്വെല്ലിംഗ് പ്രസൻസ്. അത് എല്ലായിടും അല്ല, ആ ഒരു പർട്ടിക്കുലർ ആലയത്തിനകത്ത് വന്ന് വസിക്കാൻ, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ. സ്തോത്രം. ആ വാക്യം വായിച്ചല്ലോ. സ്തോത്രം. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്, എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് മാത്രമല്ല, അവിടെ വീണ്ടും ഇങ്ങോട്ട് വന്നാൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ശലോമോനൊരു ആലയം പണിതു. എന്തിനാ? ദൈവം വസിക്കേണ്ടതിന്. ഓക്കെ. അപ്പോൾ ഒരു വിശുദ്ധ മന്ദിരമുണ്ടാക്കി, ഒരാലയം ഉണ്ടാക്കി. പഴയ നിമിത്തം അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബട്ട് വെൻ വി കം ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ്, സ്തോത്രം, ഈ ആലയത്തിനകത്തോ ഒരു കെട്ടിടത്തിനകത്തോ ദൈവം വസിക്കുന്നതിനേക്കാൾ ഉപരി ദൈവം ആഗ്രഹിച്ച കാര്യമുണ്ട്. എനിക്ക് നമ്മിൽ വസിക്കണം, എന്നിൽ വസിക്കണം, നിങ്ങളിൽ വസിക്കണം. ദിസ് ഈസ് വാട്ട് ഗോഡ് വാണ്ടഡ്. ദിസ് ഈസ് ദ ഇൻഡ്വെല്ലിംഗ് പ്രസൻസ്. ഇത് അകത്ത് വസിക്കുന്ന സാന്നിധ്യമാണ്. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി അറിയാമോ? ദൈവത്തിന്റെ ആലയമായി മാറാൻ. സ്തോത്രം. 1 കൊരിന്ത്യർ 3:19 വായിച്ചേ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പം നമ്മളിൽ എന്തുണ്ട്? ദൈവത്തിന്റെ. സോ ഇറ്റ് ഈസ് ഇൻഡ്വെല്ലിംഗ് പ്രസൻസ്. എല്ലായ്പ്പോഴും wherever you go, നിന്റെ ഉള്ളിൽ ആരുണ്ടെന്നാ? ദൈവസാന്നിധ്യം, ദൈവം ഉണ്ട്. സ്തോത്രം. നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അതാണ് സ്തോത്രം. 6:19 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് ദൈവത്തിന് വസിക്കാൻ വേണ്ടിയാ. He want to live in you. സ്തോത്രം. അതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് യോഹന്നാൻ 15-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അസാധാരണ. സ്തോത്രം. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ് ഐ ലിവ് ഇൻ യു. ഞാൻ നിന്നിൽ വസിക്കുമെന്നുള്ള ഒരു വാഗ്ദത്തം. ഇതിൽ ഒരു വാഗ്ദത്തം വേണ്ട. അഖിലാണ്ടത്തിന്റെ ഉടയവനായ സകല സർവ്വ ലോകത്തിന്റെയും അധിപതിയായ സ്വർഗത്തിലെ ദൈവം എന്നിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം സന്തോഷം പിന്നെ എന്താ ഉള്ളേ? സോ അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ എല്ലായ്പ്പോഴും ദൈവം നമ്മിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ we need to allow for that. അവിടെ ആ പ്രശ്നം. We need to allow for that. Until unless you allow to God to come in, we just stand outside.
അതുകൊണ്ട് കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, കേട്ട് തുറന്നാൽ. അപ്പൊ തുറക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? നമുക്കാ. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഹൃദയം കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടാതെ അതെ, ഈ തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പല അർത്ഥം നമുക്ക് ചിന്തിക്കാം. ചുമ്മാതെ ഹൃദയം തുറക്കുക എന്നുള്ളതല്ല, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി വേർതിരിക്കുക. സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞു, വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കള. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധനായ ദൈവത്തിന് വസിക്കാൻ വിശുദ്ധിയിലേ പറ്റത്തുള്ളൂ. അശുദ്ധിക്കിടമുള്ളടുത്ത് ദൈവത്തിന് വസിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഇനി ശോധന ചെയ്യണം, നമ്മൾ ഈ കർത്താവ് വസിക്കുന്നുണ്ടോ എന്ന്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എവിടെ വസിക്കുന്നേ? വിശുദ്ധിയിലാണ് വസിക്കുന്നത്. വിശുദ്ധിയിലല്ല ദൈവത്തിന് വസിക്കാൻ കഴിയില്ല. എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം വസിക്കണമെങ്കിൽ എൻ്റെ ഹൃദയം എന്തായിരിക്കണം? യെസ്, ഹലോ, വിശുദ്ധമായിരിക്കണം. വിശുദ്ധമല്ലാത്ത ഹൃദയത്തിനകത്ത് ദൈവത്തിന് വാസം ചെയ്യാൻ കഴിയത്തില്ല. പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്, ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ എന്ത് ബന്ധം? ആ വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധിയിൽ എങ്ങനെ വസിക്കാൻ കഴിയും? അപ്പൊ ഇനിയും ചോദിക്കുക, എന്താ അശുദ്ധി? നമ്മളിൽ ദൈവം വസിക്കത്ത നിലയിലുള്ളൊരു വിശുദ്ധി നമ്മുടെ ഉള്ളിലുണ്ടോ? നിങ്ങൾ എത്ര പേര്, സ്തോത്രം, ഒരു ഈ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ വന്നും പോയി നിൽക്കുന്നതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അത് എപ്പോഴും എന്ത് ചെയ്യുന്ന ടെമ്പററിയാ, എപ്പോഴും ഇപ്പോഴും ഒരുപോലെ നിൽക്കുന്നതല്ല. ഇന്ന് ഞാനിത് അനുഭവിച്ചാൽ അടുത്ത ആഴ്ച ഇത് അനുഭവിക്കണമെന്നില്ല. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഞാൻ ആ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പ്രസൻസ് ഇന്ന് അനുഭവിച്ചാൽ അടുത്ത ആഴ്ച അനുഭവിക്കണമെന്നില്ല. എൻ്റെ നിലവാരം അനുസരിച്ച് അത് പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഇൻഡലിംഗ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിടെ നിലനിൽക്കേണ്ട ഒരു സാന്നിധ്യമാണ്. സ്തോത്രം. അത് വന്നും പോയി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് പുറത്തു പോയാൽ അണ്ടില്ലാസം നീ ക്രമീകരണം പ്രാപിക്കാതെ പിന്നെ അകത്തോട്ട് കയറത്തില്ല. ഹലോ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തു പോയാൽ എപ്പോഴാണ് ഇത് പുറത്തു പോന്നേ? എപ്പോഴാണ് പുറത്തു പോന്നേ? നിങ്ങൾ എത്ര പേര് പണ്ട് കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ട്രാക്റ്റ് ഉണ്ടായിരുന്നു. എത്ര പേര് കണ്ടിട്ടുണ്ട് തമ്പിയുടെ ഹൃദയം? എത്ര പേര് അത് വായിച്ചിട്ടുണ്ട്? വായിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ, യു നീഡ് ടു ഗോ ടു ദി ഗൂഗിൾ. എന്ത് ചെയ്യണം? തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്നൊരു ട്രാക്റ്റ് ഗൂഗിൾ ചെയ്യണം. there is a PDF ഫോർമാറ്റ് കിട്ടും. യു നീഡ് ടു റീഡ് ഇറ്റ്. ഓക്കെ, എവരിബഡി. തമ്പിയുടെ ഹൃദയം, യു നീഡ് ടു റീഡ് ഇറ്റ്. ഒരിക്കലും ഇട്ടതാ, ഐ തിങ്ക് എൽസന് ആരോ ഒരാൾ ഇട്ടതാ. ഓക്കെ, സ്തോത്രം. അപ്പോൾ ഇത് വായിക്കണം. അപ്പോൾ ഈ തമ്പിയുടെ ഹൃദയത്തെ നമ്മൾ ചിന്തിച്ചാൽ അതിനകത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നത്? ആദ്യം എന്തൊക്കെയുണ്ട്? എല്ലാ തരവും ഉണ്ട്. ഇതിനെല്ലാം ചുമ്മാതല്ല കൊടുത്തേക്കുന്നേ. ഇതിനെല്ലാം ഓരോ അർത്ഥം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആദ്യം കാണാം പീക്കോക്ക്, അല്ലേ? പീക്കോക്ക് എന്താ കാണിക്കുന്നത് അറിയാമോ? പീക്കോക്ക് കാണിക്കുന്നത് എന്താ? പ്രൈഡ്, അഹങ്കാരം. നമ്മളൊക്കെ ഈ അകത്ത് കർത്താവിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് വെള്ളം അടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും വ്യഭിചാരം ചെയ്യുന്നതൊക്കെയാണ്. നോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് സെക്കൻഡറി മാറ്ററാ. ഇതാ മുന്നേ ചിന്തിക്കുന്നത്. ഇതകത്തോട്ട് കയറിയാൽ കർത്താവിന് വാസം ചെയ്യാൻ പറ്റത്തില്ല. ഏതാ? അഹങ്കാരം, പ്രൈഡ്. ഇതകത്തോണ്ടൊന്ന് ചോദിക്കണം. ഓക്കെ, പെട്ടെന്ന് സമയമില്ലല്ലോ. രണ്ടാമത്തേതാണ് ഗോട്ട്. ഗോട്ട് എന്താണെന്നറിയാമോ? ഗോഡ് വാട്ട് റെപ്രസെൻറ്റ് പറയാൻ അറിയാമോ? വായിച്ചവർ പറ. ഇത് കാണിക്കുന്നതാണ് മൂർഖമുഷ്ടി, റെക്ലെസ് ബിഹേവിയർ എന്നാ ഇംഗ്ലീഷ് പറയാം. റെക്ലെസ് ബിഹേവിയർ, മൂർഖമുഷ്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ, കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നേരമില്ല. മൂർഖമുഷ്ടി, ഇതും അകത്ത് കയറിയാൽ കർത്താവ് വസിക്കത്തില്ല. മൂന്നാമത്തെയാണ് ഇതെന്ത് കാണിക്കുന്നറിയാമോ? ഇതാണ് ഗ്ലട്നി എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാതെ വലിച്ചു വാരി തിന്നുന്ന രീതി ഉണ്ടല്ലോ, ഇതും പാപമാണ്. അപ്പോൾ പ്രശ്നമാണ്. നിയന്ത്രണമില്ലാതെ വലിച്ചു വാരി കഴിക്കുന്ന മനോഭാവം ഇസ് കൈൻഡ് ഓഫ് സിൻ. അത് പൗലോസ് ഒരിക്കൽ പറയുന്നുണ്ട്, പൗലോസ് ലേഖനത്തിലൊരു വാക്യം പറയുന്നുണ്ട്, അമിത ഭക്ഷണം എന്താണെന്ന്? പാപം, അല്ലേ? അപ്പം കൂടുതൽ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയും പ്രശ്നമാണ്. അപ്പോൾ ഇത് പിഗ്
ഗ്ലട്ടണിയാണ്, നിയന്ത്രണമില്ലാതെ കഴിക്കുക. ഇനി അടുത്തത് വരുന്നുണ്ട്. ഫ്രോഗ് എന്താണെന്നറിയാമോ? ഇതാണ് ഫിൽത്തി ടോക്ക്. നോട്ട് ഓൺലി ദാറ്റ്, ഗോസിപ്പ്. ഈ അന്യായം എന്തോ അതിന് പറയുന്നത്, മലയാളം പറയുന്നത് ഗോസിപ്പ് എന്തുവാ? ഗോസിപ്പിന്റെ മലയാളം പരദൂഷണം. കറക്റ്റ്, അവനറിയാം. പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ട് എന്നോട് പറയത്തില്ല, പിന്നെ എവിടെ പോവും? ഫേസ്ബുക്ക്, ഒറ്റ ഫേസ്ബുക്ക്. അല്ലെങ്കിൽ അടുത്ത സഹോദരൻ, ഇടാ നീ അറിഞ്ഞോടാ, കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് ദിവസം പറഞ്ഞോളൂ, ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇനി. ഇത് കൈൻഡ് ഓഫ് സിൻ, ഗോസിപ്പ്. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയുന്നില്ല, ബട്ട് ജസ്റ്റ് സ്പ്രെഡിങ്. ഒരിക്കൽ ഒരു ദൈവദാസ് അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഒരു 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 അത് തന്നെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു അങ്കിളിൻ്റെ അരിക്കൽ അദ്ദേഹം എന്തുവാ പഞ്ഞിക്കെട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ചേഴക്കാരൻ പയ്യൻ ഒരമ്മാച്ചനെ കുറിച്ച് ഇല്ലാത്ത അപവാദം പറഞ്ഞുണ്ടാക്കി. ഇതങ്ങ് പരത്തി, എല്ലാവരും അങ്ങ് പരത്തി. ഇപ്പം അവസാനം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചേഴക്കാരൻ റിയലൈസ് ചെയ്തു, അമ്മാവൻ അയ്യോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അമ്മാവൻ്റെ കാലത്ത് ഇത് തെറ്റില്ല, അങ്ങാര് അറിഞ്ഞ കാര്യം പോലും അല്ലെന്ന്. ഇദ്ദേഹത്തിൻ്റെ അരികെ ക്ഷമ വഹിക്കാൻ വിളിക്കുമെന്ന് ഈ ചേഴക്കാരൻ അമ്മാവൻ്റെ അരികെ ക്ഷമ വഹിക്കാൻ വന്നു. എന്തിനാണെന്നറിയോ? അമ്മാവൻ ഞാൻ ഇങ്ങനെ ചെയ്തു. കാരണം അമ്മാവൻ്റെ ചെവി ഇതെത്തി, പക്ഷേ അമ്മാവൻ ചോദിക്കാൻ പോയില്ല, കാരണം അമ്മാവൻ അങ്ങ് വിട്ടു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ യവനൊരു കുറ്റബോധം. യവൻ അമ്മാവൻ്റെ അരികെന്ന് പറഞ്ഞു, അമ്മാവ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ അത് ചെയ്തു പോയി. അമ്മാവൻ അവിടെ ഇരുന്ന് ഒരു തലകണ എടുത്തിട്ട് പയ്യൻ്റെ കൈ കൊടുത്തു. അത് നിറച്ച് പഞ്ഞിയായിരുന്നു. എന്നിട്ട് പറഞ്ഞ് പുറത്തോട്ട് കൊണ്ട് അന്ന് പൊട്ടിക്കാൻ പറഞ്ഞു. പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു കാറ്റടിച്ചു. എന്ത് ചെയ്തു? ഈ പഞ്ഞി പറന്നുപോയി. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മാവൻ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യേ, ആ പഞ്ഞിയെല്ലാം പറക്കി തലയണയ്ക്കകത്തിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. നടക്കുമോ? അപ്പോൾ അവൻ പറഞ്ഞു, അമ്മാവ പോയതെല്ലാം പോയി, ഇനി കിട്ടത്തില്ല. അവൻ പറഞ്ഞു, നീ ചെയ്തതും അത് തന്നെ, പറഞ്ഞതൊക്കെ പോയി, ഇനി പറക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ പേരാ പരദൂഷണം, ഗോസിപ്പ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ഒരു കൈൻഡ് ഓഫ് സിന്നാണ്. മനസ്സിലാക്കണം, ദൈവമക്കൾ ഇതൊക്കെ ചിന്തിക്കണം. നമ്മൾ ചുമ്മാതെ അങ്ങോട്ടും വിളിച്ച് ഇങ്ങോട്ടും വിളിച്ച് ഇല്ലാത്തതും ഉണ്ടോന്നോ യാഥാർത്ഥ്യമാണെന്നോ വിളിച്ചു പറയുമ്പോൾ ഓർത്തോണം ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന്. ദൈവത്തിന് ഇനി വസിക്കാൻ പറ്റുന്നത് തിരിച്ചറിയണം. മനസ്സിലായോ? അപ്പോൾ ഇത് കൈൻഡ് ഓഫ് സിൻ. തീർന്നില്ല, അടുത്തത് സ്നേക്ക്. സ്നേക്ക് എന്ത് കാണിക്കുന്നേ? സ്നേക്ക് എന്ത് കാണിക്കുന്നേ? ഏതെന്തോട്ടത് സ്നേക്ക് എന്തേ ചെയ്തേ? നീ അവൻ്റെ കൈ പിടിച്ചോട്ടിക്കുന്നതിന് സ്നേക്ക് എന്ത് ചെയ്തേ? ചീറ്റിംഗ്. സ്നേക്ക് ചീറ്റിംഗ്. ഞാൻ വേഗത്തിൽ പോവാം, സമയം മുന്നോട്ട് പോവാം. ഓക്കെ, സ്നേക്ക് ചീറ്റിംഗ്, ചതി അല്ലെങ്കിൽ ഡിസെപ്ഷൻ. ഇനി അടുത്തത് വരുന്നത് ടൈഗർ. ടൈഗർ എന്താ? ഇറ്റ്സ് എ റിവഞ്ച്, പ്രതികാര മനോഭാവം എന്ന് പറഞ്ഞാൽ എന്തോ അതിന് എക്സ്പ്ലെയിൻ പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ജസ്റ്റിനൊരു തെറ്റ് ചെയ്തു. ഞാൻ ഇങ്ങോട്ട് ജസ്റ്റിനെ ഇത് ചെയ്യാൻ ശരിയല്ല. അവൻ്റെ ഉള്ളിൽ അന്ന് മുതൽ എന്ത് കയറി? പിന്നെ നോക്കിയിരിക്കുക എപ്പോഴെങ്കിലും പാസ്റ്റിന് പണിയാൻ അവസരം ഉണ്ടോയെന്ന്. ഇറ്റ്സ് കോൾഡ് റിവെഞ്ച്. പിന്നെ അവസരത്തെ നോക്കിയിരിക്കും, എപ്പോഴെങ്കിലും അവസരം ഉണ്ടെങ്കിൽ. ഇതിൻ്റെ പേരാ റിവെഞ്ച് എന്ന് പറയുന്നത്, പ്രതികാര മനോഭാവം. ഇതും തെറ്റാ. സ്തോത്രം, അതും തെറ്റാ. അപ്പോൾ അത് അടുത്തത് വരുന്നത് എന്താ? ടോട്ടോയ്സ് എന്താ? യെസ്, ലേസിനെസ്. വായിക്കാനും പഠിക്കാനും പറയുമ്പോഴേ ലേസി കാണിച്ചിരിക്കുന്നത് എന്താണ്? സിന്നാണെന്ന്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതും കൈൻഡ് ഓഫ് സിന്നാ. അപ്പോൾ ഇതെല്ലാം അകത്തോട്ട് കയറിയാൽ ആർക്ക് പറ്റത്തില്ല? അടുത്ത ക്ലിപ്പിട്ടെ. അപ്പോൾ ദൈവം വരുമ്പോൾ നീ യഥാർത്ഥമായ ഇതുപോലുള്ള കൂട്ടമായ ആരാധനയൊക്കെ വന്ന് പരിശുദ്ധാത്മാവ് ഇടവിട്ട് കഴിയുമ്പോൾ നിൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, കർത്താവേ ഞാൻ ചെയ്തേ തെറ്റാ, പാപമാ. അങ്ങനെ കൺഫസ് ചെയ്ത് കഴിയുമ്പോൾ ആർക്ക് ഡിസ്റ്റർബ് ഉണ്ടാവും അറിയാമോ? പിശാച് വിറയ്ക്കാൻ തുടങ്ങും. പിശാചിൻ്റെ ഡിസ്റ്റർബൻസ്, അവന് ഭയങ്കര ഡിസ്റ്റർബൻസാ. നീ കൺഫസ് ചെയ്തത് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു വ്യക്തി പിശാചാ. നീ ദൈവസന്നിധിയിൽ ബൈബിള് വായിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആർക്കാന്നറിയാമോ? ആർക്കാ? പിശാചിന്.
അപ്പോൾ അവൻ സന്തോഷിക്കുന്നുണ്ടോ? ബൈബിൾ വായിക്കുന്നുണ്ടോ? അപ്പോൾ ബൈബിള് വായിക്കുക, നമ്മൾ ദൈവസന്നിധിയിൽ ഇത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ കൺഫസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരും. ദെൻ എന്ത് ചെയ്യുന്ന പറയും, ഇതെല്ലാം പുറത്തു പോകും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അവൻ പുറത്തു പോയാലും ദൂരെ പോകത്തില്ല, അവൻ വാതിൽക്കൽ തന്നെ കിടപ്പുണ്ട്. എപ്പം നീ അടുത്ത വാഴി തുറക്കുമോ അവനകത്തോട്ട് കയറും. അത് വരാതിരിപ്പാൻ നമ്മൾ വെളിച്ചത്തിൽ വസിക്കുകയും. അതാ യോഹന്നാൻ പറഞ്ഞത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും നിങ്ങൾ ചോദിക്കുന്നതെങ്കിലും അപേക്ഷിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് നൽകിത്തരാം. ഹല്ലേലൂയ. അതാ ഇൻഡ്വെല്ലിംഗ് പ്രസൻസ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ എല്ലായ്പ്പോഴും വാസം ചെയ്യുന്ന ആ ഒരു ദൈവ സാന്നിധ്യം. ഇതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന 3 മണ്ഡലം, 3 പ്രസൻസ്. ഞാൻ ഇന്ന് ഈ ഭാഗം നേടിയ ഒരു ഇൻട്രഡക്റ്റീവ് പാർട്ടായിട്ട് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. സ്തോത്രം. അടുത്ത ആഴ്ചകളിൽ ദൈവം അനുവദിച്ചാൽ എക്സ്പീരിയൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് പ്രസൻസ് ഓഫ് ഗോഡ് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനിടയായി തീരും. എങ്ങനെയാണ് ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്, എന്തൊക്കെയാണ് ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നത്, ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ചിന്തിക്കാനിടയായി തീരും. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ.